വിസ അപേക്ഷകളെക്കുറിച്ചും വിസ ഇന്റർവ്യൂകളെക്കുറിച്ചും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. സ്ഥിരമായ ജോലി, മികച്ച വരുമാനം, സർക്കാരിന്റെ അനുമതി ഇതൊക്കെ ഉണ്ടെങ്കിൽ അമേരിക്കൻ ടൂറിസ്റ്റ് വിസ എളുപ്പത്തിൽ കിട്ടുമെന്നാണ് നമ്മളിൽ പലരുടെയും ധാരണ. എന്നാൽ കഴിഞ്ഞ 14 വർഷമായി ഇന്ത്യയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ സ്ഥിര ജോലി ചെയ്യുന്ന 36 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരന് നേരിടേണ്ടി വന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അനുഭവമാണ്. ചെന്നൈയിലെ US കോൺസുലേറ്റിൽ വെച്ച് വെറും 20 സെക്കൻഡുകൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ വിസ അപേക്ഷ തള്ളിക്കളഞ്ഞു. ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് വിരലടയാളത്തിനും അഭിമുഖ്യത്തിനുമായി ദിവസങ്ങളോളം യാത്ര ചെയ്ത് എത്തിയ അദ്ദേഹത്തിന് ലഭിച്ചത് കേവലം ഒരു റിജക്ഷൻ ലെറ്റർ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ അപമാനം കൂടിയായിരുന്നു എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇനി ഒരിക്കലും US വിസയ്ക്ക് അപേക്ഷിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് 14 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയുടെ വിസ അപേക്ഷ വെറും 20 സെക്കൻഡിൽ നിഷേധിക്കപ്പെട്ടത്? അതിനു പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? വിസ അപേക്ഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന അപകടക്കെണികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 36 വയസ്സുള്ള ഒരു PSU ഉദ്യോഗസ്ഥൻ തനിക്കുണ്ടായ അനുഭവം റെഡിറ്റിൽ പങ്കുവച്ചതോടെയാണ് ഈ സംഭവം വൈറലാകുന്നത്. മാസങ്ങളോളം കാത്തിരുന്നാണ് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ലഭിച്ചത്. ബയോമെട്രിക്സിനും ഇന്റർവ്യൂവിനുമായി യാത്ര ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിംഗും നടത്തി വലിയൊരു തുക ചെലവഴിച്ചു. ഫോർമൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചെന്നൈ കോൺസുലേറ്റിലെ വിസ ഓഫീസർക്ക് മുന്നിൽ എത്തിയ അദ്ദേഹത്തോട് വളരെ സാധാരണമായ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. യാത്രയുടെ ഉദ്ദേശം എന്താണ്? എന്താണ് നിങ്ങളുടെ ജോലി? പ്രതിമാസ ശമ്പളം എത്രയാണ്? മുൻപ് ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? കയ്യിൽ 14 വർഷത്തെ സർക്കാർ ജോലിയുടെ വ്യക്തമായ തെളിവുകളും NOC അടക്കമുള്ള രേഖകളും ഉണ്ടായിരുന്നിട്ടും വിസ ഓഫീസർ അദ്ദേഹത്തിന് 214B പ്രകാരം വിസ നിഷേധിച്ചു. ഇന്റർവ്യൂ നീണ്ടു നിന്നത് കേവലം 20 സെക്കൻഡുകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ജോലി ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളിയത് എന്ന് സോഷ്യൽ മീഡിയ യൂസർമാരും ഇമിഗ്രേഷൻ വിദഗ്ധരും വിശകലനം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ പുറത്തു വന്നു. ഒന്നാമത്തെ കാരണം വിദേശയാത്രാ ചരിത്രമില്ലായ്മയാണ്. മുൻപ് ഒരു വിദേശ രാജ്യത്തും യാത്ര ചെയ്യാത്ത ആളുകൾ നേരിട്ട് അമേരിക്കയിലേക്ക് ടൂറിസ്റ്റ് വിസ, അതായത് B1 B2 വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അതിനെ വളരെ സംശയത്തോടെയാണ് കാണുന്നത്. നിങ്ങൾ ഒരു യഥാർത്ഥ വിനോദസഞ്ചാരിയാണെന്ന് തെളിയിക്കാൻ മറ്റു ചില രാജ്യങ്ങൾ സന്ദർശിച്ച ചരിത്രം സഹായകരമാണ്. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാനഡ വിസ ഇദ്ദേഹത്തിന് നഷ്ടമായി എന്നതാണ്. അപേക്ഷകൻ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇന്റർവ്യൂവിന് 2 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ കാനഡ ടൂറിസ്റ്റ് വിസ അപേക്ഷയും നിരസിക്കപ്പെട്ടിരുന്നു എന്നതാണ്. ഇവിടെയാണ് അപേക്ഷകർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സാങ്കേതികത്വം അടങ്ങിയിരിക്കുന്നത്. അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ 5 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ലോകപ്രശസ്തമായ ഒരു ഇന്റലിജൻസ് സഖ്യമുണ്ട്. ഇവർ തങ്ങളുടെ ഇമിഗ്രേഷൻ, വിസ അപേക്ഷാ വിവരങ്ങളും ബയോമെട്രിക് ഡേറ്റകളും പരസ്പരം പങ്കുവെക്കുന്നു. അതായത് അദ്ദേഹം ചെന്നൈ കോൺസുലേറ്റിൽ വിസ ഓഫീസറുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കാനഡ വിസ തള്ളിയ വിവരം വിസ ഓഫീസറുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉണ്ടായിരുന്നു. കാനഡ വിസ നിരസിക്കപ്പെട്ട ഒരാൾക്ക് അമേരിക്കൻ വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മൂന്നാമത്തെ കാരണം ബാധ്യതകളുടെ കുറവാണ്. 36 വയസ്സുള്ള അവിവാഹിതനായ ഒരു വ്യക്തി മറ്റു കുടുംബ ബാധ്യതകളോ വിദേശയാത്രാ അനുഭവമോ ഇല്ലാതെ അപേക്ഷിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് രാജ്യത്തേക്ക് വരാൻ സാധ്യത കുറവാണ് എന്ന് 214B പ്രകാരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു. ഈ അനുഭവം അദ്ദേഹത്തെ കടുത്ത മാനസിക വിഷമത്തിലേക്കാണ് തള്ളിവിട്ടത്. ഇതൊരു വിസ റിജക്ഷൻ ആയിരുന്നില്ല, മറിച്ച് ഒരു അപമാനമായിരുന്നു. ഒരുപാട് പണവും സമയവും വേസ്റ്റായി. ഇനി ജീവിതത്തിൽ ഒരിക്കലും അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കില്ല എന്നാണ് അദ്ദേഹം രോക്ഷത്തോടെ കുറിച്ചത്. കാനഡയിൽ സിസ്റ്റമാറ്റിക്കായി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ US അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനും വിരലടയാളം നൽകാനും ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാക്കാനും വലിയ തുകയും സമയവുമാണ് ചെലവാകുന്നത്. അവസാനം വെറും 20 സെക്കൻഡിൽ കാര്യം തീരുമാനമാകുന്നത് ഏതൊരു സാധാരണക്കാരനെയും തളർത്തുന്ന ഒന്ന് തന്നെയാണ്. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. ഗവൺമെന്റ് ജോലിയോ വലിയ ബാങ്ക് ബാലൻസോ ഉണ്ടെന്നുള്ളത് മാത്രം അമേരിക്കൻ വിസയ്ക്ക് ഗ്യാരണ്ടി അല്ല. 5 വൈസ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വിസ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ കാരണം പരിഹരിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് അപേക്ഷിക്കുന്നത് റിജക്ഷന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. US അല്ലെങ്കിൽ കാനഡ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് യൂറോപ്പ് അല്ലെങ്കിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കുക. US വിസ ഇന്റർവ്യൂ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.